പാഠം 1074. ഒരാളെ പോലെ മറ്റൊരാൾ. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ കടമയെന്ന് മുഖ്യമന്ത്രി. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും അന്യായങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം കൂടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭാമേ, നീ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നല്ലോ, സത്യസന്ധതയും കൃത്യനിഷ്ഠയൊന്നും അല്ല വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ്. ഇത് കണ്ടോ, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നിനക്ക് കാര്യം മനസ്സിലാവും. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്ന് മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് കെ മോഹനകൃഷ്ണൻ സാർ. അതിപ്പോ മോഹനേട്ടൻ നല്ല ഉദ്യോഗസ്ഥനല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ മോഹനേട്ടൻ ഈ സത്യസന്ധതയും കൃത്യനിഷ്ഠയും കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. എന്താ? അനീതിക്കെതിരെ പോരാടുന്നവരാണ് ഒരു സമൂഹത്തിലെ ഏറ്റവും ധീരന്മാരായ മനുഷ്യർ. വാഗ്ഭടാനന്ദൻ എഴുതി നടന്നറിയാമോ? ഉണരുവിൻ, ക്ഷണമെണീപ്പിൻ, ജഗദീശ്വരനെ സ്മരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നാണ്. പക്ഷെ മോഹനേട്ടൻ എന്താ മോഹനേട്ട ചെയ്യുന്നത്? ഉണരുന്നു, ക്ഷണമെണീക്കുന്നു, പത്രം വായിക്കുന്നു, ചായ കുടിക്കുന്നു. പക്ഷെ എന്റെ ജോലി സത്യം നോക്ക്. ഞാൻ ഓരോ നിമിഷവും അനീതിയുമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ശരി. അപ്പൊ സമരം ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കെ. എനിക്ക് അടുക്കളയിൽ പോയിട്ടൊരു വലിയ സമരം നടത്താനുണ്ട്. ആ സമരം കറക്റ്റ് ആയിട്ട് നടത്തിയില്ലെങ്കിൽ മോഹനേട്ടൻ പട്ടിണിയായി പോകും. ഓക്കെ? ഫോൺ സാർ എടുക്കൂ അതോ ഞാൻ എടുക്കണോ? എന്താ? ആ സമരത്തിനും ഞാൻ തന്നെ വേണം. എന്റെ ഈശ്വരാ, പത്രം വായിച്ചും ചായ കുടിച്ചും മാത്രം നടത്തുന്ന ഒരു സമരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. ഹലോ വക്കീലെ, ഞാനാ സുശീലൻ. സുശീല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ കടലാസൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. അയ്യോ വക്കീലെ, അത് പ്രയാസാ. എനിക്ക് 10 മണിക്ക് MLA ഒന്ന് കാണണം. അവിടെ നിന്ന് ഇറങ്ങുമ്പോ വൈകും. എങ്കിൽ പിന്നെ സമയം കിട്ടുമ്പോ ഓഫീസിലേക്ക് വന്ന് വാങ്ങിച്ചാൽ മതി. അല്ല വക്കീലെ, ഞാനിപ്പോ വീട്ടിലേക്ക് വന്നാ അത് തരാൻ പറ്റുമോ? ഇങ്ങോട്ട് ഞാനിപ്പോ വക്കീലിന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. എങ്കിൽ പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നോളൂ. ഞാൻ മോഹനേട്ടനെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. ശരി വക്കീലെ, 15 മിനിറ്റിനുള്ളിൽ ഞാൻ വരാം. ഓക്കെ ശരി. സുശീലായിരുന്നു മോഹനേട്ടാ. മോഹനേട്ടൻ പരിചയപ്പെടേണ്ട ഒരാളാണ്. ടൗണിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് സുശീലൻ. ഓരോ ദിവസം ഓരോ ഇടപാടാണ് നടത്തുന്നത്. എന്തുമാത്രം ഭൂമിയാണ് വാങ്ങിച്ചു കൂട്ടിരിക്കുന്നത് അറിയാമോ മോനേട്ടാ? ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും പൈസ ഉണ്ടാക്കി വേറൊരാളും ഉണ്ടാവില്ല. വലിയ കാര്യം അതല്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വക്കീൽ ഓഫീസ് വന്ന സുശീലൻ എന്തൊക്കെയാണ് എന്നെ പറ്റി പറഞ്ഞതെന്ന് മോനേട്ട അറിയാമോ? ഇതിനു മുന്നേയുള്ള കേസുകൾ വാദിച്ച വക്കീലന്മാരെ പോലെ അല്ല ഞാൻ ഭയങ്കര മിടുക്കിയാണ്. എന്നെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ ഒരു മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു. സുശീലിനെ പോലെ ഒരു കക്ഷി അങ്ങനെയൊക്കെ പറയുന്നതിനെ കണ്ട് വലിയൊരു സന്തോഷം. എന്താ മോനേട്ടാ? ഇത്രയും കാലത്തിനിടയ്ക്ക് മോഹനേട്ട അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വെറും വാക്ക് പറയാറില്ല. ഇത് വെറും വാക്കല്ല. കോടതിയിൽ ഞാൻ വാദിക്കുന്നൊക്കെ സുശീലൻ കണ്ടിട്ടുണ്ടെന്ന്. ഒന്നു തുടങ്ങിയ ആരാധനയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തായാലും അങ്ങ് സന്തോഷമായി പോയി. 15 മിനിറ്റിനുള്ളിൽ സുശീലൻ വരും. മോഹനോടൊന്ന് പരിചയപ്പെടണം. അപ്പം മനസ്സിലാവും സുശീലൻ ആരാണെന്ന്. ഒരു കക്ഷി വക്കീലിനെ പുകഴ്ത്തി പറയുന്നത് വക്കീലിന്റെ കഴിവുകൊണ്ടിട്ടൊന്നുമല്ല, അയാളുടെ കാര്യം സാധിക്കാൻ വേണ്ടിട്ടാ. കഷ്ടം. മോഹനേട്ടൻ എന്ത് പണ്ടത്തരമാണ് ഈ പറയണത്? സുശീലിനെ എന്നെ പുകഴ്ത്തി പറയേണ്ട കാര്യം എന്താണ്? ഞാനൊരു വക്കീൽ. സുശീലിനെ പോലൊരു കക്ഷിയെ കിട്ടണമെന്ന് ഏതൊരു വക്കീലും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സുശീലിനല്ലേ പൊക്കി പറയേണ്ടത്? ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് വിവരമല്ലെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കക്ഷി വക്കീലിനെ കാണാൻ വരുന്നു. അപ്പൊ അയാളുടെ മനസ്സിലെന്തായിരിക്കും? എന്തായിരിക്കും? എങ്ങനെയും കേസ് ജയിക്കണമെന്ന്.
അങ്ങനെ വക്കീലിനെ വന്ന് കണ്ട് കേസിന്റെ കാര്യമൊക്കെ ഒരു തീരുമാനം കഴിയുമ്പോ പിന്നെ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും? എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ കേസ് ഒതുക്കാം എന്ന്. ബുദ്ധിയുള്ള കക്ഷിയാണെങ്കിൽ ഫീസ് തരാതിരിക്കാനുള്ള പല വഴികളും നോക്കും. ഈ പറഞ്ഞ സുശീലിന് വിവരമുള്ളത് കൊണ്ട് നിന്നെ പറ്റിച്ചു. നീ വലിയ വക്കീലാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ അങ്ങ് പുകഴ്ത്തി. ആ പുകഴ്ത്തിൽ നീ പടവും അങ്ങ് വീണു. അത്രേ ഉള്ളു കാര്യം. നീ വലിയ വക്കീലായതുകൊണ്ടല്ല, സുശീലന് കാശ് തരാൻ മടിയായത് കൊണ്ടാണ് സുശീലൻ നിന്നെ പുകഴ്ത്തിയത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി. എനിക്കതുണ്ട്. കഷ്ടം. മോഹനേട്ടാ, ഇപ്പൊ മോഹനേട്ടനെ പറഞ്ഞിട്ട് പോന്നില്ലേ, അത് മുഴുവനും പൊട്ടത്തെറ്റാണ്. എന്ത്? മോഹനേട്ടൻ പറഞ്ഞല്ലോ ഫീസ് കുറപ്പിക്കാനായിട്ട് സുശീലൻ മനഃപൂർവ്വം എന്നെ പൊക്കി പറഞ്ഞതാണെന്ന്. അതിലൊരു കഴമ്പുമില്ല. കാരണം ഞാൻ ചോദിച്ച ഫീസ് അതുപോലെ തന്നെ സുശീല സമ്മതിച്ചു. പകുതി പൈസ അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്തു. പറഞ്ഞു നോക്കണ്ട, ആകാശന്റെ കയ്യിലുണ്ട്. പിന്നെ അതിനു മുന്നേ മോഹനേട്ടൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു കക്ഷിയുടെ ആദ്യത്തെ ആഗ്രഹം എങ്ങനെയും കേസ് ജയിക്കണം എന്നുള്ളതാണെന്ന്. അപ്പൊ സുശീലൻ എന്റെ അടുത്ത് വന്ന് എന്തുകൊണ്ടായിരിക്കും? ഞാൻ എങ്ങനെയും കേസ് ജയിപ്പിക്കുന്ന സുശീലിന് ഉറപ്പുള്ളത് കൊണ്ട്. ശരിയല്ലേ? അല്ലേ? അപ്പൊ പിന്നെ സുശീലിന് എന്നെ ഒന്ന് പുകഴ്ത്തില്ല. എന്താണ് മോഹനേട്ടാ തെറ്റ്? ഞാനൊരു ഭയങ്കര വക്കീലാണ്, എത്ര പ്രയാസമുള്ള കേസ് ഞാൻ ജയിപ്പിക്കുമെന്നല്ലേ സുശീലിനാ പറഞ്ഞത്? അല്ലേ? ഇത്ര ആളുകളൊക്കെ സൂക്ഷിക്കണം. നീ ഒരു പെണ്ണാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആണുങ്ങൾ സ്ത്രീകളെ പദവിൽ കവിഞ്ഞ് പുകഴ്ത്തുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവും. അതുണ്ടാവും. മോഹനേട്ടാ, മലയാളത്തിൽ ദോഷൈകൃതർക്ക് എന്നൊരു പ്രയോഗം ഉണ്ടായത് തന്നെ മോഹനേട്ടനെ ഉദ്ദേശിച്ചാണ്. മോഹനേട്ടനെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിൽ ഈ ദോഷം കണ്ടെത്തുന്ന ഈ സ്വഭാവം എന്ന് മാറ്റാനാണ്. സുശീലിനെ പോലെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം മോഹനേട്ടാ, മനസ്സ്. സുശീലിന് എന്തൊരു മര്യാദയാ, എന്തോരു വിനയമാണ്. സത്യത്തിൽ അങ്ങനെ ആയിരിക്കണം ആണുങ്ങൾ. ഉത്തമം വിളിക്കുന്നുണ്ട്. സുശീലിന് എങ്ങനെയാണെന്ന് ഉത്തമനെടുത്ത് പോയി ചോദിക്കുക. ചെല്ല്. സാറേ നമസ്കാരം. മത്തായി ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഈ ആഴ്ച സമയം കാണുമെന്ന് ചോദിച്ചേ. അടുത്ത ആഴ്ച മത്തായി ചേട്ടൻ ഇവിടെ കാണൂലെന്നാണ് പറഞ്ഞത്. സ്ഥലം അളക്കാൻ മത്തായി ചേട്ടന്റെ ആവശ്യമില്ലല്ലോ. മത്തായി ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോ ഈ സ്ഥലം ഇവിടെ കൊണ്ടുപോകും. സ്ഥലം തന്നെ കാണുമല്ലോ. അല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഒരു സുശീല അറിയാം. ഏത് സുശീല സാറേ? ടൗണിലെ ഈ ഭൂമി കച്ചവടം നടത്തുന്ന. എനിക്കറിയാം. എന്റെ സാറേ ഭയങ്കര പൈസക്കാരനാണ്. ഓരോ മാസം എത്ര കച്ചവടമാണ് നടക്കുന്നതെന്ന് അറിയാമോ? നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് സാറേ. ഈയിടെ ഞാൻ ഇടപെട്ട ഒരു 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. സ്വഭാവം എങ്ങനെ? ആളത്തിരി പൊങ്ങച്ചക്കാരനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്മോൾ അടിക്കും. വേറെ പ്രശ്നമൊന്നും ഇല്ല. വല്ലപ്പോഴും ഉള്ളൂ സാറേ. ഉത്തമ, കൊലപാതകം ഒരു കുറ്റകരമാണ് എന്ന് ഉത്തമൻ അറിയാമോ? അതെനിക്കറിയാം സാർ. വല്ലപ്പോഴുമേ കൊല്ലൂ എന്നുള്ളത് കൊണ്ട് അത് കുറ്റകരമല്ലാതാവോ? തെറ്റ് വല്ലപ്പോഴും ചെയ്താലും എല്ലായ്പ്പോഴും ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ സുശീലിനുമായിട്ട് സാറിന് എന്താണ് പ്രശ്നം? കാര്യം മനസ്സിലായത്? എന്ത്? നീ പറഞ്ഞില്ലേ ആ സുശീല ഭയങ്കര മാന്യനാണെന്ന്? അത് വെറുതെ പറഞ്ഞ അയാൾ മുഴുക്കൊടിയനാ എന്നാര് പറഞ്ഞു? ഉത്തമൻ ഈ സുശീല ശരിക്കും അറിയാം. ആഹാ, എങ്ങനെ സുശീല വരുമ്പോ ചോദിച്ചു നോക്കണല്ലോ. ഉത്തമൻ പറഞ്ഞ കാര്യമേ. അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു കാര്യം അറിയണമെന്ന് വിചാരിച്ചു, അന്വേഷിച്ചു, അത്ര തന്നെ. അതിപ്പോ അയാളോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സുശീലിന് അങ്ങനെ ഒരു കുടിയനാണെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. പക്ഷെ മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് അന്വേഷിച്ചു നോക്കണമല്ലോ. അങ്ങനെ മുഴുക്കുടിയൊന്നും ആയിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴും കുറച്ച് മദ്യപിക്കാത്ത ആരാ മോഹനേട്ട ഉള്ളത്? അതിലേക്ക് ഇത്ര വലിയ കാര്യമുണ്ടോ? സുശീലിനായിരിക്കും. വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. മോഹനേട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാലോ. സംശയോ? അല്ല, ഈ കള്ളൂടിയുടെ കാര്യം. കള്ളൂടെ കാര്യം മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുശീല നേരത്തെ എത്തിയല്ലോ. അത് പിന്നെ ഒരു കാര്യം തീരുമാനിച്ച അത് ചെയ്തിട്ടേ ഞാൻ പിന്മാറും.
അക്കാര്യത്തിൽ എനിക്ക് വാശിയാണ്, വക്കീലിനെ അറിയാലോ. അറിയാം. അല്ലെങ്കിലും വക്കീൽ ഓഫീസിലുള്ളവരൊക്കെ എപ്പോഴും സുശീലിന്റെ കാര്യത്തിൽ ഇത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സുശീലിനോട് എനിക്ക് ഇത്ര ബഹുമാനം. സത്യം പറയാലോ വക്കീലെ, ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബം കടം കയറി മുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഏട്ടൻ പഠിപ്പ് നിർത്തി, ചേച്ചിയുടെ കല്യാണം മുടങ്ങി, അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ആദ്യം ചെറിയൊരു പെട്ടിക്കടയാണ് തുടങ്ങിയത്, പിന്നെ ചെറിയ ചെറിയ ഭൂമി കച്ചവടം, അങ്ങനെ പടിപടിയായി വളർന്നു. ഇപ്പൊ ഈ നാട്ടിൽ എന്റെ അത്രയും ബിസിനസ് നടത്തുന്ന വേറെ ആരുണ്ട്? ദാ വക്കീലിന്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂമിയുടെ കാര്യം തന്നെ എടുക്കാം. അത് വാങ്ങാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ ഫിലിപ്പോസ് ഏട്ടൻ തരില്ല എന്ന് പറഞ്ഞു. എന്നോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂ? പല പേരിലുള്ള പലരുടെയും പേരിൽ 5-10 സെന്റായി ഞാൻ ആ 1 ഏക്കർ വാങ്ങിച്ചു. എന്നിട്ടെല്ലാം കൂടി എന്റെ പേരിനങ്ങ് മാറ്റി. എങ്ങനെയുണ്ട്? കൊള്ളാം, ഭയങ്കര ബുദ്ധി തന്നെയാ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ഇപ്പൊ എനിക്ക്. 6-7 കാറ്, വലിയ ഓഫീസ്. ഇപ്പോഴും എന്റെ വാശി തീർന്നിട്ടില്ല. എല്ലാം പിടിച്ചടക്കണമെന്ന വാശിയാ എനിക്ക്. വക്കീലിന്റെ കേസുകളൊക്കെ ഒന്ന് നോക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരും. കുറച്ചുകൂടെ മാറിയേക്ക്. എന്താ പേരെന്ന് പറഞ്ഞേ? സുശീല്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയാം? പ്രസിഡന്റ്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്, കേട്ടില്ലല്ലേ? കഷ്ടം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ രാമായണം എഴുതിയായിരുന്നറിയാമോ? അമേരിക്കയുടെ തലസ്ഥാനം, ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന ആരെഴുതിയത്? ഒന്നും അറിയില്ല. കയ്യിൽ കുറെ കാശുണ്ട്. അങ്ങനെ കാശുണ്ടെങ്കിൽ എല്ലാമായി എന്നാണോ വിചാരം? കഷ്ടം. ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. അതെന്താ വക്കീലെ സാർ അങ്ങനെ പറഞ്ഞത്? കാശത്ര ചെറിയ കാര്യമാണോ? അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ സുശീല. സുശീലിനൊരു സ്വഭാവം, മോഹനേട്ടന് വേറൊരു സ്വഭാവം. ഇതാ സുശീലിന്റെ ഫയല്. നാളെ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി. ഇതെന്തോന്ന് PSC പരീക്ഷയോ? വീട്ടിൽ വരുന്ന ഒരാളുടെ വായ തോന്നി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ കളയാക്കി വിടുന്ന എവിടുത്തെ മര്യാദ മോനേട്ടാ? നീയല്ലേ പറഞ്ഞത് അയാൾ പരമ യോഗ്യനാണെന്ന്? എന്താ അയാളുടെ യോഗ്യത? കൈ കുറെ കാശുണ്ടായതാണോ? ഹാമേ, ഒരാൾ യോഗ്യനാകുന്നത് അയാളുടെ അറിവ് വെച്ചിട്ടാണ്. ഈ പറഞ്ഞ സുശീലിന് ഭൂമി കച്ചവടം നടത്താനും പൊങ്ങച്ചം പറയാനും അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ? സമൂഹത്തിന് വേണ്ടി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുമില്ല. കള്ളക്കച്ചവടവും തട്ടിപ്പും നടത്തി കുറെ കാശുണ്ടാക്കി ഒരു വണ്ടിയും വാങ്ങി അതീ കയറി നടക്കുക ആണോ വലിയ കാര്യം? മോഹനേട്ടൻ കരുതുന്നത് കൈക്കൂലി വാങ്ങാതിരിക്കുന്നതും കൃത്യസമയത്ത് ആഫീസിൽ പോകുന്നതും കാറിലും സ്കൂട്ടറിലും കയറാതിരിക്കുന്നതും കള്ളു കുടിക്കാതിരിക്കുന്നതും മാത്രമാണ് വലിയ മിടുക്കെന്നാണ്. അതെ, അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കരുതുന്ന ഒരേ ഒരാൾ മോഹനേട്ടൻ മാത്രമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന വേറെ ഒരു മനുഷ്യന്മാർ അങ്ങനെ കരുതുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോരെ? ഇല്ലെങ്കിൽ മോഹനേട്ടൻ അല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ എനിക്ക് കാണിച്ചതാ. കാണിച്ചതുണ്ടോ ഞാൻ സമ്മതിക്കാം. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അയ്യോ, എവിടെയുണ്ടെന്നാണ്? മോഹനേട്ടൻ തകസാരം മോഹനേട്ടൻ ദൈവമല്ലേ. പക്ഷെ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും. താലൂക്ക് ഓഫീസിലെ സഹദേവൻ എടുക്കാം. ഒരു കാർ കൊണ്ട് ഒരു സ്കൂട്ടർ കൊണ്ട് സഹദേവന്. ശിശുപാലൻ സമയത്ത് ആഫീസ് വരുന്നത് എങ്ങനെയാണ്? മോഹനേട്ടനെ പേടിച്ചിട്ട്. അല്ലെങ്കിലോ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ലായിരുന്നു. മോഹനേട്ടനെ പോലെ പിശിക്ക് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതെ ജീവിക്കുന്ന ഒരേ ഒരാൾ അത് മോഹനേട്ടൻ മാത്രമാണ്. അതിനർത്ഥം മോഹനേട്ടൻ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. എന്തു കുഴപ്പമാണ് ഇല്ലാത്തത്? മോഹനേട്ടനെ പോലൊരു ദുശാട്ടിക്കാരനായ ഭർത്താവിന് കൂടെ ജീവിക്കുന്ന എന്നെ സമ്മതിച്ചു കൊടുക്കണം മോനേട്ടാ. വേറെ ആരെങ്കിലും വരുന്നെങ്കിലേ പണ്ടേ കളഞ്ഞിട്ട് പോയനെ. പക്ഷെ സുശീലിന്റെ ഭാര്യ എങ്ങും പോവില്ല. കാരണം എന്താ? ഒരു സാധാരണ സ്ത്രീക്ക് എന്താ വേണ്ടതെന്ന് സുശീലിനറിയാം. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയാണ് ഭാര്യമാർക്ക് ഇഷ്ടം. വെറും തട്ടുപാരന്മാരും. സ്വന്തം ഭർത്താവായി എന്നോട് നീ അയാളെ പറ്റി ഇത്രയും പറയണമെങ്കിൽ അയാൾ നിന്നെ എന്തുവാദം തെരഞ്ഞെടുപ്പിട്ടുണ്ടാവില്ലേ? ഇത്ര കാലം ശരിക്കും സൂക്ഷിക്കണം.
സ്നേഹത്തിൽ പെരുമാറുന്നതിന് പല ഉദ്ദേശങ്ങൾ കാണും. ലോകത്തുള്ള എല്ലാവരെയും സംശയമാണ്. മോഹനേട്ടന് സംശയമില്ലാത്ത ഒരേ ഒരാളെങ്കിലും എനിക്ക് പറഞ്ഞൊരു പോനട്ട. മോഹനേട്ടന് സ്വഭാവമുള്ള ആ ഒരാളെ. സമൂഹത്തിൽ നിലയും വിലയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മോഹനേട്ടനെ പോലെ ജീവിക്കുന്ന ഒരാളെ, ഒരൊറ്റയാളെ മോഹനേട്ടൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പറഞ്ഞെല്ലാം ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. ഒരാളെ കാണിച്ചു തന്നാ മതി. താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട കടലാസൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ശരിയാക്കണമെന്ന് മോഹനേഷ് സാറ് പറഞ്ഞിരുന്നു. അതെന്തായി കാഞ്ചന സാറേ? എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. പ്രഭയുടെ കാര്യം എന്തായി? ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ എന്റെ ജോലി തീരും. വെറുതെ വഴക്കേണ്ടെന്ന് ഓർത്ത് ഇന്നലെ രാത്രി വീട്ടിലിരുന്ന് പകുതി എഴുതി. അത് നന്നായി. മറ്റേ നമസ്കാരം. നമസ്കാരം. എന്താ? എന്റെ പേര് സിദ്ധാർത്ഥൻ എന്നാ. വില്ലേജ് ഓഫീസർ ഒന്ന് കാണണമായിരുന്നു. മോഹനേഷ് സാർ വരാൻ നേരാവുന്നേ ഉള്ളൂ. എന്താ കാര്യം? സാറിനെ കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാ. ഓ, ശിശുപാല. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സിദ്ധാർത്ഥൻ. സാറിനെ ഒന്ന് കാണാമെന്നതാ. എന്താ കാര്യം? ഞാനിവിടെ പുതിയ താമസക്കാരനാ. കുറച്ച് സ്ഥലവും വീടും വാങ്ങി. അതിന്റെ ബാക്കി ഇടപാടുകളൊക്കെ ചെയ്യാനുണ്ട്. സാറിന്റെ ഉപദേശം ചോദിക്കാൻ വന്നതാ. ബാക്കി ഇടപാടുകൾ എന്താ? പോക്കുവരവ് ചെയ്യണമെങ്കിൽ ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും വേണം. കൊണ്ടുവരാം സാർ. കമ്പോള വിലയിൽ താഴ്ത്തി രജിസ്ട്രേഷൻ നടത്തിയതായി ഞാൻ കണ്ടുപിടിച്ചാൽ യാതൊരു കാരണവശാലും പോക്കുവരവ് നടക്കില്ല. കമ്പോള വിലയിൽ മേലെ രജിസ്ട്രേഷൻ. എന്താ വേറെ പ്രശ്നമില്ല, കൊണ്ടുവന്നോളൂ. ശരി. ഇവിടെ പുതിയ ജോലിയായിട്ട് വന്നാണോ? അതെ, ഞാൻ ആ സർക്കാർ ആശുപത്രിയിലെ പുതിയ ഡോക്ടറാ. ഡോക്ടറാണോ? അതെ. ഡോക്ടർ വരൂ, അതിരിക്കാം. ഡോക്ടർ ഇരിക്കൂ. ഇരിക്കാനുള്ള സമയമില്ല. കൃത്യം 10:30 ആശുപത്രിയിൽ എത്തണം. രാവിലെ 7 മുതൽ 9:30 വരെയും 10:30 മുതൽ 9 മണി വരെയും ഞാൻ ആശുപത്രി തന്നെ കാണും. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറയുമായിരുന്നല്ലോ. അത് ശരിയല്ലല്ലോ സാർ. വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ തന്നെ വരണം. മാത്രമല്ല, വില്ലേജ് ഓഫീസറെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുകയും ചെയ്യാലോ. ആശുപത്രിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററല്ലേ ഉള്ളൂ. 15 മിനിറ്റിൽ എത്താവുന്ന ദൂരേ ഉള്ളൂ. പിന്നെന്താണ് ഇവിടം വരെ ഒന്ന് വന്നാല്? ഡോക്ടർ നടന്നാണോ വന്നത്? പിന്നല്ലാതെ. മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര അനുകൂലമല്ല. നമ്മുടെ നാട്ടിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോതിനെ പറ്റി അറിഞ്ഞ പിന്നെങ്ങനെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തോന്നും? ആഗോള താപനത്തെ പറ്റിയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും ധാരാളം പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോ ഞാൻ തന്നെ കാറിൽ യാത്ര ചെയ്യുന്നത് ശരിയാണോ? ഡോക്ടറെ പോലുള്ള ആളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. നമുക്ക് വീണ്ടും കാണാം. ഞായറാഴ്ച ഞാൻ ഡോക്ടറെ വീട്ടിലേക്ക് വരാം. ഞാൻ ഞായറാഴ്ച ആശുപത്രി തന്നെ ഉണ്ടാവും. അവധിക്ക് വീട്ടിലിരിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പൊ ഞാൻ പറട്ടെ. ഭാമേ, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഹലോ, അതെ. ആ, വിജയൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ലില്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. വരാനുള്ള സമയമായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ആ, ഇല്ലെങ്കിൽ മോഹനേട്ടൻ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓ ശരി, ആയിക്കോട്ടെ. ആഹാ, ഇവിടെ നിപ്പുണ്ടായിരുന്നു.
പുത്തമ്പരയിലെ വിജയചേട്ടനായിരുന്നു വിളിച്ചത്. ഞാൻ പറഞ്ഞു മോഹനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാന്ന്. മോഹനോട് ഒരു നിമിഷം നേരത്തെ വന്നിരുന്നെങ്കിൽ ഫോൺ കട്ട് ചെയ്യണമായിരുന്നു. ഫോൺ കട്ട് ചെയ്യുന്നതും വിജയനോട് സംസാരിക്കുന്നതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്താ പ്രശ്നം? അത് നീ ഇത്ര പെട്ടെന്ന് മറന്നോ? ഇന്ന് രാവിലെ നീ എന്നെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ? വെല്ലുവിളിച്ച? ഏതോ ഒരു കോന്തൻ സുശീല വന്നപ്പോ അവനാണ് ഈ ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ, കയ്യിൽ കാശുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ നീ പറഞ്ഞായിരുന്നല്ലോ. അതാണ്. ഓ, അപ്പൊ ഞാൻ പറഞ്ഞു, ഭാമേ, അതൊന്നുമല്ല വലിയ കാര്യം. അറിവും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയ മനസ്സുമാണ് വലിയ കാര്യമെന്ന്. അപ്പോ നീ പറഞ്ഞു, എന്നെ പോലെ ജീവിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളും എന്നെ പോലെ ജീവിക്കില്ല. എന്നെ പോലെ വേറൊരാളെ കാണിച്ചു തന്നാൽ ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് നീ സമ്മതിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ? എന്നെ പോലെ വേറൊരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരാളെ. അതോടെ നീ തോറ്റു എന്ന് സമ്മതിച്ചു തരണം. സമ്മതിച്ചേ മതിയാവൂ. ഒരു മിനിറ്റ്, ഞാൻ സമ്മതിച്ചു തരാം. ഞാൻ ഈ ഫോൺ എടുക്കട്ടെ. ഹലോ, അതെ. ആഹാ, ഇതാര്? അല്ല, ഈ നമ്പർ എങ്ങനെ കിട്ടി? അത് വെക്ക് അവിടെ. അതെയോ, വേറെന്താ വിശേഷം? ഞാൻ കുറച്ച് തിരക്കില്ല. തിരക്ക് തീർത്തിട്ട് അങ്ങോട്ട് വിളിച്ചാ മതിയോ? ഓ, ശരി 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 ശരി. ഈ വിദ്യയുടെ ഒരു കാര്യം നോക്കണേ, അവളാ നമ്പർ കൊടുത്തെന്ന്. ആർക്ക്? ഇത് പറയാൻ ഞാൻ മറന്നുപോയതല്ലേ മോനേട്ടാ. സർക്കാർ ആശുപത്രിയിൽ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ സിദ്ധാർത്ഥൻ. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ വിദ്യയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു മോനേട്ടാ. അന്നല്ലേ ഞാൻ ആളെ കണ്ടത്. നല്ല മിടുമിടുക്കുന്ന ഒരു ഡോക്ടറാ. കാഴ്ച നല്ല സുന്ദരനാ. എന്തൊരു നല്ല പെരുമാറ്റം എന്നറിയോ മോനേട്ടാ. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരന്റെ സംസാരം കേട്ടാലേ ചിരിച്ചു മറ്റും മടുത്തു. ഡോക്ടർമാരാ ഇങ്ങനെ വേണം. എന്നോട് പറയാ, സത്യഭാമ ഭയങ്കര സുന്ദരിയാണല്ലോ. വക്കീലന്മാരുടെ കൂട്ടത്തിൽ ഇത്തരം സുന്ദരിമാരൊക്കെ ഉണ്ടാവൂന്ന്. ഒരു വക്കീലിനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹമെന്ന്. എന്നെ നേരത്തെ കാണാത്ത കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. ഇന്നലെ 2 പ്രാവശ്യം എന്റെ മൊബൈൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ മൊബൈൽ ഓഫ് ആയിരുന്നോണ്ട് വിദ്യ വിളിച്ച് ഈ നമ്പർ വാങ്ങി ഇങ്ങോട്ട് വിളിച്ചാണ്. അല്ല, മോഹനേട്ടൻ നേരത്തെ പറഞ്ഞു വന്നത്. മോഹനേട്ടനെ പോലെ തന്നെയുള്ള വേറെ ഒരാളുണ്ടെന്നോ? അല്ല, മോഹനേട്ടനെ പോലെ വേറൊരാളുണ്ടെന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? അതാരാ? പിന്നെന്താ മോനോട് പറഞ്ഞോണ്ടിരുന്നേ? അല്ല, എന്നെ പോലെ മാന്യനും സത്യസന്ധനും പരോപകാരിയുമായ വേറൊരാളുണ്ടോ നീ എന്നോട് രാവിലെ ചോദിച്ചായിരുന്നല്ലോ. ചോദിച്ചു. ഇനിയൊരു സത്യം പറയണ, അങ്ങനെ ഒരാളും ഞാൻ മാത്രമേ ഉള്ളൂ. മോഹനേട്ടന്റെ സ്വഭാവമുള്ള വേറെ ആരും ഇല്ലെന്നല്ല ഞാനും പറഞ്ഞത്. ക്ലൈമാക്സിൽ കലമുടയുന്നത് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വന്നു കയറിയ വില്ലേജ് ഓഫീസർക്ക് ഇമാതിരി ഒരു തിരിച്ചടി ഉണ്ടായത് കഷ്ടമായി പോയി. മോഹനകൃഷ്ണനെ പോലെ മോഹനകൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന വാക്കിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. കാര്യനിസാരം തുടരുന്നു.